വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 6-ാം അധ്യായമായ കർമ്മദർശനം ആരംഭിക്കുന്നു. കർമ്മദർശനത്തിലെ 1-ാമത്തെ ശ്ലോകം: ആത്മൈവ മായയാ കർമ്മ കരോതി ബഹുരൂപധൃക് അസംഗസ്വപ്രകാശോപി നിദ്രായാമിവ തൈജസഃ. ഒന്നുകൂടി: ആത്മൈവ മായയാ കർമ്മ കരോതി ബഹുരൂപധൃക് അസംഗസ്വപ്രകാശോപി നിദ്രായാമിവ തൈജസഃ. അന്വയം: ആത്മാ അസംഗ സ്വപ്രകാശ ഏവ അപി നിദ്രായാം തൈജസാ ഇവ മായയാ ബഹുരൂപധൃക് കർമ്മ കരോതി. ആത്മാവ് അസംഗനും സ്വപ്രകാശനുമാണ്. അങ്ങനെയുള്ള ആത്മാവ് തന്നെയാണ് നിദ്രയിൽ തൈജസൻ എന്നതുപോലെ അനേക രൂപത്തിൽ കർമ്മങ്ങളെ ചെയ്യുന്നത്. ഇവിടെ ആത്മാവ് അസംഗനും സ്വപ്രകാശനും ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം ആത്മാവ് തന്നെയാണ് അനേക രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നും പറയുന്നു. ഈ കർമ്മങ്ങൾ മായയെക്കൊണ്ട് ചെയ്യിക്കുന്നുവെന്നും ഈ പ്രവൃത്തി നിദ്രയിൽ തൈജസൻ പ്രവർത്തിക്കുന്നത് പോലെയാണ് എന്നും പറയുന്നു. ആത്മാ ഏവ കർമ്മകരോതി. ആത്മാവ് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. അതേസമയം ആത്മാവ് അസംഗനുമാണ്. അസംഗൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു ബന്ധവും ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഒന്നിനോടും ഒരു ബന്ധവും ഇല്ലാത്ത ആത്മാവ് എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? ആത്മാവിന് അസംഗനാകണമെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കാൻ, അസംഗനാണെങ്കിലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് സ്വപ്രകാശനാണ്. പ്രകാശത്തിന് എന്തിനെയെങ്കിലും പ്രകാശിപ്പിക്കാതെ അങ്ങനെ ഒന്ന് ഉള്ളതായി പ്രകടമാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മാവിന് തന്നിലെ ചൈതന്യത്തെ പ്രകടമാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആത്മാവ് തന്നിലെ മായാശക്തിയെ ഉപയോഗിക്കുന്നു. ആ മായാശക്തിയാണ് മുൻപ് ഉള്ള അധ്യായത്തിൽ പറഞ്ഞ വിദ്യ, അവിദ്യ, പര, അപര, തമസ്, പ്രധാനം, പ്രകൃതി എന്നിവ. ഈ പ്രകൃതിയെക്കൊണ്ടാണ് ആത്മാവ് കർമ്മം ചെയ്യുന്നത്. പ്രകൃതിക്ക് ഭോക്തൃരൂപവും ഭോഗ്യരൂപവും എന്ന് 2 രൂപമുള്ളതായി മുൻ അധ്യായത്തിൽ പറയുകയുണ്ടായി. ഭോഗ്യരൂപം ബാഹ്യപ്രപഞ്ചവും ഭോക്തൃരൂപം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും ആണ് എന്നും പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ ഇന്ദ്രിയാദികൾ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലിരുന്നു കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യിപ്പിക്കുന്നത് മനസ്സും ബുദ്ധിയുമാണ്. ചെയ്യുന്നത് കർമ്മേന്ദ്രിയങ്ങളും. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. വാക്കിൻ്റെ കർമ്മം സംസാരിക്കുക, ചോദിക്കുക, പറയുക ഇവയും. പാണിയുടെ അഥവാ കൈകളുടെ കർമ്മം എടുക്കുക, കൊടുക്കുക, മറ്റു പല ക്രിയകളും ചെയ്യുക എന്നതും പാദങ്ങളുടെ കർമ്മം സഞ്ചരിക്കുക എന്നതും ആണ്. പായു എന്നത് വിസർജനേന്ദ്രിയവും ഉപസ്ഥം എന്നത് ജനനേന്ദ്രിയവുമാണ്. പായുവിൻ്റെ കർമ്മം വിസർജിക്കുക എന്നതും ഉപസ്ഥത്തിൻ്റെ കർമ്മം ആനന്ദിക്കുക എന്നതുമാണ്. ഈ പറയപ്പെട്ടതെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളും ആണ്. ആകയാൽ യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും പ്രകൃതി തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആത്മാവ് അസംഗനാണ്. ഒരു കർമ്മവും ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ആത്മൈവ മായയാ കർമ്മ കരോതി ബഹുരൂപധൃക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
ആത്മാവ് മായയെ ഉപയോഗിച്ച് അനേക രൂപത്തിൽ കർമ്മം ചെയ്യുന്നു എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ആത്മാവ് അനേക രൂപങ്ങളിലുള്ള ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നു എന്നാണോ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ ശരീരങ്ങളോടുള്ള ബന്ധം കൊണ്ട് ആത്മാവ് അസംഗനൻ അല്ലാതെ ആവുകയും ചെയ്യും. ആത്മാവ് അസംഗനായിരിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരമാണ് നിദ്രായാമിവ തൈജസ എന്ന് പറഞ്ഞത്. തൈജസൻ ആരാണെന്ന് നോക്കാം. മുൻപ് ദേഹത്രയങ്ങളെപ്പറ്റി പറയുകയുണ്ടായല്ലോ. ഈ ദേഹത്രയങ്ങൾക്ക് അവരവരുടേതായ ദേഹനാഥന്മാരുമുണ്ട്. സ്ഥൂലദേഹത്തിൻ്റെ നാഥന് വിശ്വൻ എന്നു പേർ. കാരണദേഹത്തിൻ്റെ നാഥൻ പ്രാജ്ഞൻ. സൂക്ഷ്മദേഹത്തിൻ്റെ നാഥനാണ് തൈജസൻ. ഞാൻ എന്ന ബോധം അഥവാ ആത്മാവ് സ്ഥൂലദേഹത്തിൽ വിശ്വൻ എന്ന പേരോടുകൂടിയിരുന്ന് വിശ്വത്തെ അഥവാ ലോകത്തെ കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നു. അതുപോലെ സുഷുപ്തിയിൽ ഞാൻ ഒന്നും അറിയാത്തവനാണ് എന്ന ഭാവത്തിൽ കാരണദേഹത്തിൽ ഇരുന്നു കൊണ്ട് നിദ്രാസുഖം അനുഭവിക്കുന്നു. ആത്മാവ് സ്വപ്നാവസ്ഥയിൽ തൈജസൻ എന്ന പേരോടുകൂടി സൂക്ഷ്മദേഹത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ട് ആസ്വദിച്ച് അനുഭവിക്കുന്നു. ഇവിടെ പറഞ്ഞ തൈജസനും സ്വപ്നവും എപ്രകാരം മിഥ്യയാണോ അപ്രകാരം വിശ്വനും പ്രാജ്ഞനും അഹങ്കാരാദികളും ദേഹത്രയങ്ങളും ഈ വിശ്വവും സർവ്വതും മിഥ്യയാണ്, മായയാണ്. മായ എന്നാൽ ഇല്ലാത്തത് എന്നാണല്ലോ അർത്ഥം. ആത്മാവ് ഇല്ലാത്ത മായ കൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. എല്ലാം ഉണ്ട് എന്നുള്ള സങ്കല്പം മാത്രമാണ് എന്നതാണ് സത്യം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.